ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഡീഫോൾട്ട് ആൻഡ് റീപൊസിഷൻ്റെ ബാക്കിയുള്ള പാർട്ടാണ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ വെൻഡർ. ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസിൽ ഡീഫോൾട്ടും അതുപോലെ തന്നെ റീപൊസിഷനും നടക്കുന്ന സമയത്ത് ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് എൻട്രീസ് പാസ് ചെയ്യുന്നതെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഇൻ ദ ബുക്സ് ഓഫ് ഹയർ വെൻഡറുടെ ബുക്കിൽ ഡീഫോൾട്ട് ആൻഡ് റീപൊസിഷൻ്റെ എൻട്രീസ് എഴുതുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപേയുള്ള എല്ലാ എൻട്രീസും യൂഷ്വലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷേ റീപൊസിഷൻ നടക്കുന്ന സമയത്ത് മുതൽ കുറച്ച് അഡീഷണൽ എൻട്രീസ് പാസ് ചെയ്യണം. അപ്പോൾ അഡീഷണൽ എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺ റീപൊസിഷൻ ഓഫ് ഗുഡ്സ് റീപൊസിസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഗുഡ് റീപൊസിസ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്ന പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഹയർ പർച്ചേസറുടെ അക്കൗണ്ട്, ബാലൻസുള്ള അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എൻട്രി, റീപൊസസ് ചെയ്തതിന് ശേഷം ആ അസറ്റ് വീണ്ടും സോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിപ്പയേഴ്സും അതുപോലെ തന്നെ റീകണ്ടീഷനിങ് ആയിട്ടുള്ള ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എക്സ്പെൻസുകളോ ഇൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന എൻട്രിയാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മീൻസ് ഗുഡ് റീപൊസിസ്ഡ് അക്കൗണ്ടിൽ ക്യാഷ് എക്സ്പെൻസുകൾ വന്നു, അപ്പോൾ ഗുഡ്സ് റീപൊസിസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എൻട്രി ഫോർ സെയിൽ ഓഫ് ഗുഡ് റീപൊസസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് റിപ്പയറിങ്ങും റീകണ്ടീഷനും ഒക്കെ ചെയ്തതിന് ശേഷം വേറെ ഒരു പർച്ചേസർക്ക് സെയിൽ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. എൻട്രി ഫോർ ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് റീപൊസസ്ഡ്. ഇനി റീപൊസസ് ചെയ്ത ഗുഡ്സിൻ്റെ മുകളിൽ നമുക്ക് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ലോസ് റെക്കോർഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. എൻട്രി ഫോർ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് റീപൊസസ് ചെയ്ത ഗുഡ്സിൻ്റെ മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള എൻട്രി ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗുഡ്സ് ഓൺ ഹയർ പർച്ചേസ് റിട്ടേൺഡ് അക്കൗണ്ട്. ഒരു പ്രോബ്ലം നോക്കാം. മീൻസ് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിലെ ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ഹയർ പർച്ചേസർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. ഹയർ വെൻഡർ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്കിനി എഴുതേണ്ടത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അതുപോലെ തന്നെ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിൻ്റെയും ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. അതിന് മുമ്പായിട്ട് ജേണൽ എൻട്രീസ് നോക്കാം. അതിന് ഫസ്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയാം. ഇവിടെ ട്രക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. ട്രക്കിൻ്റെ ക്യാഷ് പ്രൈസ് 56,000 ആണ്. ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് 15,000 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 41,000 ആണ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് 3 എണ്ണാണുള്ളത്. അതിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കുന്നത് 15,000 ആണ്. ഇൻട്രസ്റ്റ് 5% പെർ ആനം ആണ്. ഡിപ്രീസിയേഷൻ 10% പെർ ആനം ഓൺ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ ഓൾറെഡി നമ്മൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിപ്രീസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഹയർ വെൻഡറുടെ സംബന്ധിച്ച് ഡിപ്രീസിയേഷൻ ആവശ്യമില്ല, പക്ഷേ ഇൻട്രസ്റ്റ് ആവശ്യമുണ്ട്. ഇൻട്രസ്റ്റിൻ്റെ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജേണൽ എൻട്രീസ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഫസ്റ്റ് നോക്കാം. എൻട്രി, ട്രക്ക് സെയിൽ നടത്തുന്ന സമയത്തുള്ള എൻട്രിയാണ്. എൻട്രി ഇങ്ങനെയാണ്: ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട് 56,000. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അക്കൗണ്ടിൽ എഴുതും ഡെബിറ്റ് സൈഡിൽ ടു ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട് 56,000. നെക്സ്റ്റ്, ആ ഇയറിൽ തന്നെ ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. എൻട്രി ഇതാണ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ എഴുതുന്ന എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് 15,000 ഡൗൺ പേയ്മെൻറ്റ്. നെക്സ്റ്റ്, ആ ഇയറിൽ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഡ്യൂ ആവുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 2050. അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് 2050. എൻട്രി ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അങ്ങനെ ആകുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് 15,000. നെക്സ്റ്റ്, ആ ഇയറിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാനുള്ളത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇനി തരാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 28,050. അത് സെക്കൻഡ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു.
അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് 1403 ഡ്യൂ ആയിട്ടുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എമൗണ്ട് അടയ്ക്കുന്നില്ല. അങ്ങനെ അടയ്ക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് നമ്മൾ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഇപ്പോൾ എൻട്രി ഇതാണ്. ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് അറ്റ് ടു ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ട്. ഹയർ പർച്ചേസർ ഇവിടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. അതുകൊണ്ട് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് അറ്റ് ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അപ്പോൾ ആ സമയത്ത് ബാലൻസ് ഉള്ള എമൗണ്ട് മീൻസ് ബാലൻസ് ചെയ്യുക. ബാലൻസ് ഉള്ള എമൗണ്ട് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ചെയ്ത 29,453. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അക്കൗണ്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ആണ്. അപ്പോൾ ആ അക്കൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഗുഡ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ എൻട്രി ചെയ്തത് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് അറ്റ് ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് 29,453. അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വരും. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 29,453. നെക്സ്റ്റ് റിപ്പയറിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. Hindustan Motors took the possession of the truck. The seller Hindustan Motors after spending 350 on repairs of the truck. 350 rupees ട്രക്കിൻ്റെ റിപ്പയറിന് സ്പെൻഡ് ചെയ്തതിന് ശേഷം ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 30,110. 30,110 അത് സെയിൽ ചെയ്യാണ്. അങ്ങനെ റിപ്പയർസ് ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുന്ന എൻട്രി ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇവിടെ എമൗണ്ട് വരുന്നത് 350 ആണ്. അപ്പം ടു ക്യാഷ് അക്കൗണ്ട് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് മീൻസ് റിപ്പയറിന് 350. നെക്സ്റ്റ് സെയിൽ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 30,110 ആണ്. ആ സമയത്ത് എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ ഗുഡ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 30,110. നെക്സ്റ്റ് ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ലോസ് ആണ്. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഹയർ പർച്ചേസ് റീപൊസിഷനിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 307 ആണ്.